എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾക്ക് എല്ലാവർക്കും ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കുടുംബക്ഷേത്രം അറിയാതില്ല. അപ്പോൾ ഈ കുടുംബക്ഷേത്രം അറിയാത്ത ഭക്തജനങ്ങൾ അടുത്തുള്ള ദേശദേവതയുടെ അടുത്തോ ഇല്ലെങ്കിൽ എന്താ പറയുക ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്താലും നമുക്ക് അതൊന്നും ഏക്കാതെ വരും. അപ്പോൾ നമ്മൾ ആദ്യമേ എന്താണ് വേണ്ടത്, നമുക്കുള്ള കുടുംബദേവതകളെ പ്രീതിപ്പെടുത്താതെ നമ്മൾ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളോ എന്തൊക്കെ കാര്യങ്ങളോ ചെയ്തിട്ടോ നമുക്കൊന്നും എന്താ പറയുക അതൊന്നും നടക്കാതെ വരും. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ കുടുംബത്ത് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ചിലപ്പോൾ അച്ഛൻ്റെ വീട്ടിലായിരിക്കും. അപ്പം അച്ഛൻ്റെ വീട്ടിലെ കുടുംബക്ഷേത്രം ആകുമ്പോഴത്തേക്ക് ആ ഒരു ഭക്തജനങ്ങൾ ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി പരസ്പരം വഴക്കായതുകൊണ്ട് കുടുംബക്ഷേത്രത്തിൽ പൂജ നടക്കുമ്പോഴത്തേക്ക് ഈ വ്യക്തികൾ അവിടെ പോകത്തില്ല. പിണക്കമായുണ്ട്, അതായത് പരസ്പരം ആൾക്കാർ തമ്മിൽ പിണങ്ങിയതുകൊണ്ട് അവരുടെ വീട്ടിൽ ക്ഷേത്രമാണ്, അത് അവരെന്ത് വിചാരിക്കുന്നത് നമ്മൾ എന്നാ ഇഷ്ടപ്പെടുന്നുള്ള രീതി കൊണ്ട് പല ആൾക്കാരും കുടുംബക്ഷേത്രത്തിൽ പോലും പോകാറില്ല. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാരും ഭക്തജനങ്ങളൊക്കെ എന്ത് ചെയ്യും, ദൂരെയുള്ള ക്ഷേത്രത്തിൽ ഇല്ലെങ്കിൽ പഴനി ഇല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഇല്ലെങ്കിൽ ചോറ്റാനിക്കര അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തും. അപ്പോൾ ഞാൻ പറയാനുള്ളത്, നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ കുടുംബദേവതയെ പ്രീതിപ്പെടുത്താതെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുടുംബദേവതയെ എന്ത് ചെയ്യണം, കുടുംബദേവതയെ പ്രീതിപ്പെടുത്തിയതിന് ശേഷം ഈ പറയുന്ന പോലെ ചോറ്റാനിക്കര ഇല്ലെങ്കിൽ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്നും കൂടെ അവിടുത്തെ ദേവിയുടെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പരസ്പരം കുടുംബക്കാർ തമ്മിൽ വഴക്കുകളുണ്ടെങ്കിൽ അവർ എന്ത് പറയണമെന്ന് നിങ്ങൾ നോക്കരുത്, നിങ്ങൾ അവിടെ ചെല്ലുക. അഥവാ അവർക്ക് അവിടെ വരാൻ നിങ്ങൾ അവിടെ വന്നിട്ട് അവരെന്തെങ്കിലും ഇഷ്ടക്കേട് വല്ലതും പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മൾ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹാരം കിട്ടത്തില്ല. ഇപ്പോൾ ഒരു വ്യക്തി പറയുവാണ് രോഹിണി നക്ഷത്രം ഇല്ലെങ്കിൽ ഔട്ടം നക്ഷത്രത്തിന് നല്ല ഭാഗ്യമാണ്, രോഹിണി നക്ഷത്രത്തിന് നല്ല ഭാഗ്യം. അപ്പം നമുക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ജോത്സ്യം പറയും നിങ്ങൾക്ക് കുടുംബദേവതയുടെ ദോഷമുണ്ടെന്ന് പറയും. അപ്പം നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമായിരിക്കും. അല്ല, നമ്മുടെ അച്ചൻമഴിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ആയിട്ട് ഇത് വരുന്നത്. അപ്പം അച്ചൻമഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ഒരു മാസം ഇല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴെങ്കിലും ആ ഒരു കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ ഇരിക്കുന്ന പരദേവതയുടെ പ്രീതി വരട്ടുന്നത് വളരെയധികം അത്യാവശ്യമാണ്. 2 മാസം കൂടുമ്പോൾ പോയാൽ മതി. അവിടെ മാസത്തിൽ പൂജ നടക്കുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ വർഷത്തിൽ പൂജയുള്ള ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് ഒരു എണ്ണയും തിരിയും കൊടുത്ത് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ കുടുംബദേവതകൾ വേണം ആദ്യം പറയാൻ. കുടുംബദേവത പ്രീതിപ്പെട്ടെങ്കിൽ മാത്രമേ ദേശദേവത പ്രീതിപ്പെടുത്തുള്ളൂ. ഈശ്വരനെങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കുന്ന ഭക്തജനങ്ങളൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണം, കുടുംബപരമായിട്ടൊക്കെ തന്നെ. അപ്പോൾ അവിടെ യഥാശക്തിയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊന്നെങ്കിൽ എണ്ണ കൊണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ദേവിയാണോ ദേവനാണോ സർപ്പങ്ങളാണെങ്കിൽ അവർക്ക് ഉടയാട മാല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ ആ 2 മാസവും 3 മാസവും ഒക്കെ കൂടുന്ന സമയത്ത് അവിടെ ഒരു ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മൾ അടുത്തുള്ള ദേശദേവതയും പോയി കാണുമ്പം ഈശ്വര അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ മാറി ജാതകത്തിലുള്ള നല്ല ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. അപ്പം മിക്ക ആൾക്കാർക്കും കുടുംബക്ഷേത്രത്തിൽ പോകാത്തതുകൊണ്ടാണ് വിവാഹത്തിന് തടസ്സം വരുന്നത്, ജോലിക്ക് തടസ്സം വരുന്നത്, വീട്ടിൽ എത്രയൊക്കെ സാമ്പത്തികം ഉണ്ടായാലും വീട്ടിൽ വൈകുന്നേരം വരുമ്പം ഒരു ചെറിയ രീതിയിൽ നല്ല രീതിയിലുള്ള വഴക്കുകൾ, ഒരു സമാധാനമില്ല, അസുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് നമുക്ക് ശാരീരികമായ ചെക്കപ്പ് ചെയ്യേണ്ട കുഴപ്പങ്ങളൊന്നുമില്ല, വീണ്ടും നമുക്ക് മനസ്സിന് പ്രയാസങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ അത് കുടുംബക്ഷേത്രത്തിൻ്റെ ഒരു ദോഷമാണ്. അപ്പോൾ കുടുംബക്ഷേത്രം കണ്ടുപിടിച്ച് കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബക്കാർ വഴക്കുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും, നമ്മൾ അവിടെ പോയി ദേവിയെ കാണും. അവരെ ഗവനിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുടുംബക്കാരുടെ വഴക്കാണ്, അവരുടെ വീട്ടിലാണ് പൂജ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് മിണ്ടാം, നമ്മൾ അവിടുത്തെ ക്ഷേത്രത്തിൽ പോകുക, ദേവിയെ കണ്ടിട്ട് അവിടെ അന്നദാനം ഉണ്ടെങ്കിൽ അന്നദാനം കഴിച്ചിട്ട് വരിക, അല്ല മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർ നിങ്ങൾ വരുന്നതിന് കുറ്റം പറയും, നിങ്ങളിവിടെ വരണ്ട, നിങ്ങളുടെ എണ്ണയൊന്നും ഇവിടെ കത്തിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബദേവതയെ പ്രീതിപ്പെടുത്താതെ നമ്മുടെ ജാതകത്തിലുള്ള നല്ല ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടില്ല, അത് തീർച്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നത്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകാത്ത ഭക്തജനങ്ങളുണ്ടെങ്കിൽ കുടുംബക്ഷേത്രം കണ്ടുപിടിച്ച് അവിടെ പോകാതിരിക്കരുത്. അത് അച്ഛൻ വഴിയും അമ്മ വഴിയും പോകുന്നത് വളരെയധികം ഉത്തമമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പോയി വരുമ്പോൾ പിറ്റേ ദിവസം വരുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.